ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണ? എനിക്കും സുഖം. നിറയെ തേനീച്ചകളാണ്. കാണിച്ചേട്ടാ, വേണ്ട വേണ്ട. നമ്മുടെ നാട്ടിലെ പാലയില്ലേ, അതുപോലെ ഒരു പൂവ്. പിന്നെ സ്മെല്ലും അത് തന്നെയാണ്. ഇപ്പൊ കുറച്ച് സ്മെല്ലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിറയെ തേനീച്ചയാണ്, നിറയെ തേനീച്ച ഇങ്ങനെ മൂളിപ്പോടെ നടക്കാണ് കേട്ടാ. രണ്ടു ദിവസമായിട്ട് മഴയ്ക്ക് കാര്യം കൂടി നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോ ഇന്ന് മഴയുണ്ടോന്ന് അറിയില്ല, എന്നാ മഴയ്ക്ക് കാര്യമുണ്ട്. അപ്പൊ ഞാൻ വന്നത് പറയാം. ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് ആണ്, മീൻസ് വീഡിയോ, ചെറിയ വീഡിയോയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്റെ ചാനലിന്റെ പേരറിയാല, നിമ്മീൻ ഇറ്റലി. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. എന്നാ നമ്മൾ എന്തിലെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കാം എന്ന് കരുതി അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതാണ്. ഇന്ന് ഞാൻ ഒരു 10-15 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി. ഞാൻ ലെങ്ത് ഉള്ള വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ എനിക്ക് ഓൺ വോയിസ് വീഡിയോയും കൂടി ഞാൻ എന്റെ ഷോർട്സിൽ എന്റെ ഓൺ വോയിസും കൂടി ഞാൻ ചെയ്തതാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എന്റെ സൗണ്ടിനോട് എനിക്ക് ഭയങ്കര ഒരു അലർജിയാണ്. കാരണം എന്റെ തൊണ്ടയ്ക്ക് സ്ക്രാച്ച് ഉള്ളതല്ല, എന്റെ സൗണ്ട് ക്ലിയർ അല്ല. എന്നാലും നമ്മളുടെ വീഡിയോ കണ്ടാലും നമ്മളുടെ ഓൺ വോയിസും കൂടി ചെല്ലുമ്പോഴാണ് നമുക്ക് എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫീലിങ്സ് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓൺ വോയിസ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക. കാരണം ഇതെന്തൊരു സൗണ്ട് എന്നായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഓരോ വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോഴാണ് പല യൂട്യൂബേഴ്സും അവരിങ്ങനെ ഓരോ നമ്മളെ എൻകറേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ യൂട്യൂബേഴ്സും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓൺ വോയിസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ മാത്രമല്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളെന്ന്. എനിവേ, എന്നെ സഹിച്ചേ പറ്റൂ. എന്റെ ചാനൽ കാണണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ തുടക്കം വെക്കുന്നത് ഞാൻ ഇറ്റലിയിൽ വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ വന്നിട്ട് 1 കൊല്ലവും 1 മാസവും കഴിഞ്ഞു. ഇതിനിടയിൽ ഞാൻ 12 പണികൾ, ഈ പണി കൂടി കൂട്ടുമ്പോൾ 12. പക്ഷെ ഈ വീട്ടിൽ തന്നെ ഞാൻ 1 മാസം പകരം പണി ചെയ്തിട്ട് പോയത് കൊണ്ട് ഇത് 11ാമത്തെ പണി, 11ാമത്തെ വീട്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കണല്ലേ, ഇതെങ്ങും നിന്ന് പോകുന്ന ഒരു സാധനമല്ല എന്ന്. അങ്ങനെയല്ല, നമുക്ക് അറിയാം, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, നാടും യൂറോപ്പും തമ്മിൽ എൻ്റെ ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആണ്. ഭക്ഷണമായാലും നമുക്ക് ഇവിടെ കിട്ടുന്ന പാർപ്പിടം, നമ്മുടെ യാത്ര, എല്ലാ കാര്യങ്ങളും, ക്ലീനിങ്, എല്ലാം. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ വളരെ, ഒന്നാമത് ഇവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇവര് ഓൾഡ് ഏജ് കെയറിന് ആൾക്കാരെ നിർത്തി ഇവർക്ക് പരിചയമില്ല. ഇപ്പൊ അത് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് നാളായിട്ട് ഇവര് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ കുറെ ആൾക്കാർ ഇപ്പോഴും ഇത് പുതിയതായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീട്ടിൽ ഇവര് 21 കൊല്ലമായിട്ട് ആൾക്കാർ നിൽക്കുന്നതാണ്. അതില് ഇന്ത്യൻ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഞാനാണ് ആദ്യമായിട്ട്. അപ്പൊ ഇതിനു മുന്നേ വന്നുപോയ ആൾക്കാര് മറ്റു പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. എനിക്ക് മുന്നേ നിന്നത് ഒരു ആഫ്രിക്കക്കാരിയാണ്. പിന്നെ ഇവരൊന്നും നമ്മള് ഇന്ത്യൻസ് നിൽക്കുന്നത് പോലെ അത്ര ക്ഷമിച്ചോ അങ്ങനെയൊന്നും നിൽക്കില്ല. അവർക്കുടെ ആവശ്യങ്ങൾ അവരപ്പോ കാര്യങ്ങൾ തുറന്നു പറയും, അതൊക്കെ നേടിയിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കും ചില വീടുകളിലൊക്കെ ചെന്നിട്ട് നമുക്ക് തുണി കഴുകാനുള്ള സൗകര്യമില്ല. ചിലപ്പോൾ എല്ലാ വീട്ടിലും നമുക്ക് എല്ലാ ദിവസവും കുളിക്കാം. ചൂടൊക്കെയൊക്കെ നമുക്ക് എല്ലാ ദിവസവും, അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്കൊന്ന് കുളിക്കണ്ടേ. അതിനൊന്നും നമുക്ക് പറ്റില്ല. മീൻസ് ഇവര് വെള്ളത്തിനും കറണ്ടിനും ഒക്കെ പൈസ പേ ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. പിന്നെ വേറെ ഒരാള്, ഇവരുടെ ആരുമല്ല, സ്വന്തമൊന്നോ ബന്ധമൊന്നോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഇവരുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അത്ര സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ ചില വീടുകളിൽ നമുക്ക് ഫുഡ് ചില വീടുകളിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതൊന്നും വാങ്ങിത്തരില്ല. ഞാൻ ആദ്യം നിന്ന വീട്ടിലൊന്നും അത് വാങ്ങൂലായിരുന്നു. വേറൊരു വീട്ടിൽ ചെന്നിട്ട് അവരും എന്നോട് അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം, പക്ഷെ നമുക്ക് അതിനുള്ള ശമ്പളം അവർ തരുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അതും ഇല്ല. പകരം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തുണി കഴുകാൻ സൗകര്യമില്ല,
അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ചില വീടുകളിലെ മക്കളുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ ഒരു അപ്പാപ്പനെയോ അല്ലെങ്കിൽ അമ്മാമ്മയോ ആയിരിക്കും. ഇനിയിപ്പോ രണ്ടുപേരുണ്ട്, അവരുടെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പേയ്മെന്റ് അല്ലെങ്കിൽ ആദ്യമേ നമ്മളത് കരാറിൽ പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് എനിക്ക് നമ്മുടെ ആരോഗ്യവും നമ്മളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടല്ലേ നമുക്കൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വീടുകളിൽ നിന്ന് മാറേണ്ടി വന്നത്. പക്ഷെ ഇവിടെ ഞാൻ വന്ന ഒരു മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഈ പണി എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയെങ്കിൽ എന്നാ നമ്മൾ ആരായാലും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചു. പക്ഷെ അത് വേറൊരാളുടെ അന്നമായതുകൊണ്ട് നമുക്ക് അതിൽ കൈകടത്താനോ അമിതമായിട്ട് വ്യാമോഹം കാണിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ അവള് തന്നെ വേറെ സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു, വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഇവിടെ അമ്മാമിക്ക് 94 വയസ്സാണ്. അമ്മാമിക്ക് ഓർമ്മക്കുറവാണ്. കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ അമ്മാമ്മ ഓർമ്മക്കേടിൻ്റെതായ ബുദ്ധിമുട്ട് കാണിക്കും. ഇനിയിപ്പോൾ ചൂടൊക്കെ കൂടിയല്ലോ. എന്നാലും നമുക്ക് വേറെ വിഷയ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ പാർപ്പിടം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ പ്രൈവസി, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇപ്പൊ നമ്മുടെ ഫുഡ് ഉണ്ടാക്കണം, അതൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാ വീടുകളൊന്നും അത് സമ്മതിക്കില്ല എന്ന് കരുതി ഞാൻ മസാലയോ കാര്യങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞാനിവിടെ ചെയ്യാറില്ല. കാരണം എനിക്ക് ഇവരുടെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇവിടുത്തെ ഫുഡ്, പിന്നെ പാസ്ത നമുക്ക് എന്നും കഴിച്ചേച്ച് ഒരു മടുപ്പാകും. നാട്ടിൽ വെച്ച് നമ്മൾ പാസ്ത കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നമ്മുടെ ചോറ് വെക്കും. അപ്പൊ ആ ചോറിന്റെ കൂടെ വലിയ മസാലയൊന്നും ഇല്ലാത്ത, എനിക്ക് ഇറച്ചിക്കറി അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പച്ചക്കറി സാമ്പാറോ, അപ്പം കൂടുതലും ഞാൻ മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് മലയാളി കടയിൽ നിന്ന് മേടിക്കാം. അങ്ങനെ അതൊക്കെ മേടിച്ചോണ്ട് വന്ന് അങ്ങനെയൊക്കെ വെച്ച് കഴിക്കും. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഈ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത്രയും നാൾ ഓടി നടന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ഇറ്റലി പോലൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പണി പറ്റിയില്ല എന്ന് കരുതി നമ്മൾ ടെൻഷൻ ആവണ്ട. നമുക്ക് പറ്റുന്ന പണി നമ്മൾ ചെയ്താൽ മതി. നമ്മൾ അടുത്ത ജോലിക്കായിട്ട് നമ്മൾ നോക്കുക. എവിടെയെങ്കിലും കാര്യം, ഞാൻ ഈ പണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ പണി ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുമായിരുന്നു, ഈ പണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പണിയാണ്, ജോലിയാണ് എന്നുള്ളത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അന്ന് ഏജൻസി ത്രൂ ആണ് ഈ ജോലി കിട്ടിയത്. അപ്പോ എന്നോട് ഏജന്റ് പറഞ്ഞത്, 1 മാസമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവർക്ക് കമ്മീഷൻ കൊടുക്കണം. അപ്പൊ നീ എനിക്ക് ആ കമ്മീഷൻ തരണ്ട, അത് കഴിഞ്ഞ് നിനക്ക് ഇത് സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് കമ്മീഷൻ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ഈ ജോലി, അപ്പൊ ഇതിനൊന്നും ഞാൻ പ്രോവ ചെയ്തിട്ടില്ല കേട്ടോ, ഇവിടെ നേരിട്ട് വരെയാണ്. പക്ഷെ നമ്മൾ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരുമ്പോ നമുക്ക് ചെറിയൊരു വിഷമം കാണുള്ളില്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ പേടിച്ച് വിഷമിച്ചൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വണ്ടിയിലിരുന്നാണ് അദ്ദേഹം പറയണത്, ഇന്നലെ ഒരു മലയാളി വന്നിരുന്നു, പക്ഷെ അമ്മാമ രാത്രി ഉറക്കം കുറവാണ്. അപ്പൊ അമ്മാമ ഇങ്ങനെ എഴുന്നേറ്റിട്ട് കുട്ടിയൊക്കെ ഇങ്ങനെ നടക്കും, ആ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് ആ കൊച്ച് ഇന്ന് രാവിലെ തന്നെ പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് വേഗം എന്നെ ഏജന്റ് വിളിച്ച് ഇങ്ങോട്ട് വരണം. അപ്പൊ എന്നോട് പറഞ്ഞു, നീ 1 മാസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, മീൻസ് നമ്മള് വന്നിട്ടേ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, ഇവർക്ക് ആളെ അന്വേഷിച്ചെടുക്കാൻ സമയമില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ദിവസം ടൂറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് പേര് കൊടുത്തിട്ട്, അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു, വീട്ടുകാരോട് ചോദിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോണ്ട് അപ്പൊ വണ്ടിയിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ആഫ്രിക്കക്കാരി നിൽക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ആഫ്രിക്കക്കാരനെ കണ്ടോടുകൂടി എന്റെ തീ മാറി. കാരണം ഇനി അവരാളെ പിന്നെ നമുക്ക് പ്രോവ തരുമല്ലോ. ഞാൻ വന്നത് വെള്ളിയാഴ്ച വൈകിട്ട് വന്നു, അവള് ഞായറാഴ്ച രാവിലെ പോകും. ഒരു ദിവസം നമുക്ക് പ്രോവ കിട്ടുന്നുള്ളൂ. ഒന്നാമത് എനിക്ക് ആ സമയത്തൊന്നും ഫുഡ് വെക്കാൻ അറിയില്ല. അപ്പൊ ഈ ഫുഡിന്റെ കാര്യമൊക്കെ ഓർത്തപ്പോ എനിക്ക് ആകെ ടെൻഷനായി. എല്ലായിടത്തും എവിടെ പണിക്ക് പോയാലും ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് പറയും, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, ഫുഡിന്റെ കാര്യമാണോ പേടി. പക്ഷെ ഇവരുടെ ഫുഡ് നമ്മൾ പേടിക്കണ്ട. ഒരു സാധനം നമ്മൾ ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കിയാലും 1 പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി, നമുക്കത് മനസ്സിലാകും, കുഴപ്പമൊന്നുമില്ല. ഇറ്റാലിയൻസ് നമ്മളെ ഫുഡ് വെക്കണേനൊന്നും നമ്മളെ ചീത്ത പറയുക, വഴക്ക് അങ്ങനെ ഒന്നുമില്ല. അതിലൊക്കെ ഇവര് ഭയങ്കര പെർഫെക്റ്റ് ആണ് കേട്ടോ. എപ്പോഴും ഒരു നല്ലതെന്നൊക്കെ പറയുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഈ ജോലി. പിന്നെ അവള് പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ ചെയ്ത് പിന്നെ അമ്മാമ്മയായിട്ട് ഞാൻ സിങ്കായി. കാരണം ഇത്രയും പ്രായമുള്ള അമ്മാമ്മ, ഇവിടെയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഒരു ഒറ്റയ്ക്കല്ലേ, ഇവർക്ക് സ്നേഹം, ഒരു കെയർ അതൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പൊ എനിക്കത് ഭയങ്കര പോകാൻ നേരമായപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി.
അത് കഴിഞ്ഞ് അപ്പൊ അമ്മാമ്മയുടെ മോൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവളുടെ കോൺട്രാക്ട് അടയ്ക്കുന്നതല്ലേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും പറയാനില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശ്വര കറങ്ങി തിരിഞ്ഞ് ഒന്നുകിൽ ആ പണിയില്ലെങ്കിൽ ഇതുപോലൊരു പണി എനിക്ക് എൻ്റെ തലയിൽ വന്ന് വീണെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം അത്രയും നമുക്ക് നമ്മളോട് അങ്ങനെയാണ് വീട്ടുകാരായാലും മക്കളും മരുമക്കളൊക്കെ നമ്മളോടും പെരുമാറുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയണത്, ഇപ്പൊ നമുക്ക് ഇവിടെ വന്നൊരു പണി പറ്റിയില്ല, നമ്മളെ ടെൻഷൻ ആവണ്ട, നമുക്ക് പറ്റുന്ന ജോലി ചെയ്യാം. എത്രയോ പണികൾ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അത്ര ധൈര്യമായിട്ട് പറയുന്നത്. കാരണം ജോലികൾ വേണ്ടത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റാത്ത ജോലി, നമ്മുടെ ആരോഗ്യമായിട്ട് നമ്മുടെ മാനസികമായിട്ട്, ഇപ്പൊ നമുക്ക് ചില സ്ഥലത്ത് ജോലി കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ സ്വാതന്ത്ര്യത്തോടു കൂടി ഫോൺ സംസാരിക്കാനോ അല്ലെങ്കിൽ ഫോൺ നോക്കാനോ അങ്ങനെയൊക്കെ പറ്റാത്ത വീടുകളുണ്ട്. എത്രയോ പേര് അങ്ങനെ ജോലി എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാ. ചിലപ്പോൾ അവർ പറയും നിങ്ങൾ ഏത് നേരം ഫോണിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാർ കഴിഞ്ഞിട്ടുള്ളൂ, അതായതാന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ പറയുമ്പോൾ നമ്മുടെ പല കൂട്ടുകാർക്കും അങ്ങനെ ഒരു വിഷമവും സങ്കടവും കരഞ്ഞ് നാട്ടിലുള്ളവർക്കും ഒരു വിഷമം വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ വന്നപ്പോ ഞാൻ കരുതി എന്നാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം ഞാൻ വന്നൊരു മെയില് ഞാൻ വന്നു, ഒക്ടോബർ ആയപ്പോ തുടങ്ങി ഞാൻ ആലോചിക്കുന്നതാണ്. കാരണം അന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത് അവിടെയും ഒരു അപ്പാപ്പനെ നോക്കാൻ ഞാൻ പോയത്, അപ്പാപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അപ്പൊ അമ്മാമ്മയായിരുന്നു. അവിടെയും ഇതുപോലെ സീനറി അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് അന്നൊന്നും സമയം കിട്ടിയില്ല. കാരണം ഈശ്വരനെ അറിയായിരുന്നു, നീ എവിടെയെങ്കിലും സ്ഥിരത ആയി നിൽക്കാനുള്ള ആളല്ല, നിനക്ക് ഇനി ഓടാനുണ്ടെന്ന്. അങ്ങനെ എന്റെ ഓട്ടം പൂർത്തിയാക്കി ഇത് ചിലപ്പോ തമ്മിലെന്റെ ഓട്ടം പൂർത്തിയാക്കി എനിക്ക് ഇവിടെ എത്തിച്ചു തന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ എനിക്കിപ്പോ ഇങ്ങനെ തുടങ്ങാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കണത് അമ്മാമ്മയ്ക്ക് കുറച്ചുകൂടി ആയുസ് കിട്ടണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കണുള്ളൂ. കാരണം നമ്മള് ഇത്രയും നാള് ഞാൻ ഓടിയല്ല, ഇനിയെങ്കിലും ഒന്ന് ഞാൻ എന്റെ സങ്കടം വരും ഇപ്പോഴെന്നെ കണ്ണെന്നറിയാണ്. നമ്മൾ ഓരോ പണിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ ബാഗ് മാറാപ്പം ചുവന്ന് നമ്മളിങ്ങനെ നടക്കും, റൂമിൽ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോ പിന്നെ അവിടെ ഇരുന്ന് നമ്മളാകെ ഇത് എല്ലാം കൊണ്ട്, കാരണം എല്ലാവരും ജോലിക്ക് പോകണു, എല്ലാവരും ജോലിയിലായിരിക്കുമ്പോ നമ്മളൊറ്റയ്ക്ക് റൂമില് അങ്ങനെയൊക്കെ പലതും. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. കുറച്ചാൾ ഈ ജോലി എനിക്ക് തുടർന്നുകൊണ്ട് പോകാനുള്ള ഭാഗ്യം കിട്ടണമെന്ന് മാത്രം എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ട് ആരും എന്തിലായാലും, ഇവിടെ മാത്രമല്ല, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഇറ്റലിയിൽ വന്ന് ജോലി ചെയ്യുന്നവരോട് പറയാണ്, നമുക്ക് ഇവിടത്തെ അറിയാം, ഇവിടെ നിൽക്കുന്നവർക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുള്ളൂ. പിന്നെ കാലാവസ്ഥ മാറുന്നു, പിന്നെ നമ്മളിപ്പോ ഒരു ഞായറാഴ്ച അവധി കിട്ടും, നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ട് 8 മണിക്ക് നമുക്ക് വീണ്ടും ജോലിക്ക് കയറണം. അപ്പൊ നമ്മൾ റൂമിലൊക്കെ പോയിട്ട് വൈകുന്നേരം കൂടെ പോരാനാകുമ്പോഴത്തേക്ക് നമുക്ക് വിഷമമാണ്, പോണോലോ അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ എന്നെ സംബന്ധിച്ച് ഇവിടെ എന്നല്ല, എനിക്ക് നല്ല ജോലിയാണെങ്കിൽ എനിക്ക് ഞായറാഴ്ച ഇറങ്ങാനും താല്പര്യമില്ല. അത് ഞാൻ ആദ്യം പോലെ എന്റെ കൂട്ടുകാരോട് പറയാറുണ്ട്. നല്ല ജോലിയാണെങ്കിൽ ഞായറാഴ്ച ഇറങ്ങണമെന്നില്ല, വീട്ടുകാർ സമ്മതിച്ചാൽ അവിടെ നിൽക്കാൻ തന്നെ താല്പര്യം. പിന്നെ ഇപ്പൊ ഇവിടെ നമുക്ക് 8 മണിക്ക് കയറിയാൽ മതി, ഇവിടെ എനിക്ക് 5 മണിക്ക് കയറാനും എനിക്ക് ഇഷ്ടമാണ്. കാരണം പൈസ കിട്ടണതിന്റെ അല്ല, അന്നത്തെ പൈസ എനിക്ക് തരണ്ട, അവർ തരയുമില്ല. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ വരുന്നത്. അപ്പൊ അവര് തരയുമില്ല. ഇനിയിപ്പോ ഹാഫ് ഡേ ഞാൻ ഒന്ന് പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരാം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. കാരണം ഇപ്പൊ ഹാഫ് ഡേ ആണ്, അപ്പൊ അവർക്ക് വീട്ടിൽ പോകാമല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവർ ആ പേയ്മെന്റ് ചെയ്യും. പക്ഷെ എനിക്കിവിടെ 5 മണിക്കോ 6 മണിക്കോ എനിക്കിവിടെ കയറാൻ ഇഷ്ടമാണ്. കാരണം നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. ഇപ്പൊ ഞാനിവിടെ 6 മണിക്കോ 7 മണിക്ക് വന്നാലും ഇവര് എന്നെ കൊണ്ടുവന്നാക്കും. ഇവരെന്നെ കൊണ്ടുവരികയാണ് ചെയ്യണം അവരുടെ വണ്ടിയിൽ തന്നെ. കാരണം 1/2 മണിക്കൂർ യാത്രയുണ്ട് വണ്ടിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 27-28 കിലോമീറ്റർ ഉണ്ട് എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ അക്കോമഡേഷനിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെന്നെ ആക്കിയിട്ട് ഇവര് പോകും. അല്ലെങ്കിൽ നീ അത് ചെയ്യണം, അല്ലെങ്കിൽ നീ ഇതേ ചെയ്യാവുള്ളൂ, അങ്ങനെ ഒന്നും എനിക്കിവിടെ ഒരു റെസ്ട്രിക്ഷനോ എന്നെ പേടിപ്പിക്കുകയോ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയണത്, നമുക്കുള്ളത് തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ടാകും, അതെപ്പോഴായാലും നമുക്ക് കിട്ടും. അത് നല്ല രീതിക്ക് കിട്ടണേ എന്ന് മാത്രം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ അമ്മാമ്മയ്ക്ക് ആയുസ് കിട്ടണേ, എനിക്കും ഇറ്റലിയിൽ നിന്ന് ജോലി ചെയ്ത് കുറച്ച് നാൾ ഇവിടെ നിന്ന് ജോലി ചെയ്യാനും എന്തെങ്കിലും നമുക്ക് സമ്പാദിക്കാനും കൂടിയുള്ള ഒരു അനുഗ്രഹം തമ്പുരാൻ തരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിലെ അപ്പൂപ്പൻ താടി പോലൊരു ഇത് പൂവിന്റെ ഇതിങ്ങനെ പറന്നുപോയി. അപ്പൊ ഞാൻ നോക്കിയതാണ്, അല്ല പൂടെ എങ്ങാനും ആണോ കിളികളുടെ എന്നൊക്കെ ഇങ്ങനെ നോക്കിയതാ. ഈ മരത്തിൽ കിളികളുണ്ട്, പക്ഷെ എനിക്ക് കുഞ്ഞിക്കിളികളെ കാണാൻ പറ്റിയിട്ടില്ല.
എപ്പോഴും കിളികൾ, ഈ കുരുവിയുടെ പോലത്തെ കിളികൾ എപ്പോഴും ഇതില് പറക്കുകയും എന്റെ ചെടിച്ചട്ടിയിൽ നിന്ന് വന്ന് ഞാൻ കൊണ്ടുവന്നിടുന്ന വേസ്റ്റ് ഒക്കെ കൊത്തിപ്പറിച്ച് താഴെ ഇടും. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഈ ചെറിയ പ്രാണികളും തേരട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറിക്ക് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ എല്ലാവരും സാധിക്കുന്നവര് എന്റെ ചാനലിലെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ലതാണെങ്കിലും മീൻസ് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നേരം പോക്കുള്ളൂ, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും കാണാം.